ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഇത് ചായൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിൻ്റെ പേര് പൊരിച്ചുണ്ട എന്നാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1.25 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണിത്. ഈ പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഞാനിത് 1 കപ്പ് അരിപ്പൊടിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ വേണ്ടതൊരു 1/4 കപ്പ് തേങ്ങയാണ്. തേങ്ങയും കൂടെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കരിഞ്ജീരകമാണ് ചേർക്കുന്നത്. ഈ കരിഞ്ജീരകത്തിന് പകരം നമുക്ക് ചെറിയ ജീരകം അല്ലെങ്കിൽ ഏലക്കായ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പത്തിരിക്കുള്ള പൊടിയാണ് ചേർക്കുന്നത്. ഇതൊന്ന് വേവായി വരണം. ഈ അല്പമൊന്ന് കുറച്ച് കൊടുത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. പൊടിപ്പോൾ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതൊരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് വേവാവട്ടെ. 2 മിനിറ്റിന് ശേഷം ഞാനിതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് മാറി കിട്ടാനായിട്ട്. ഇത് അധികം ചൂടാറി പോകണ്ട. ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് കുറയുമ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കാം. അതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഇനി കരിഞ്ജീരകം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഏലക്കായ അല്ലെങ്കിൽ ചെറിയ ജീരകം, എള്ള്, അയമോദകം ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് കരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഏലക്കായൻ്റെ പൗഡറൊക്കെ ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം മതിയാകും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. കയ്യിലൽപ്പം ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോൾസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളു ഒട്ടും വേവൂല. കുറച്ച് ടൈം എടുക്കും ഇത് ഫ്രൈ ആയി വരാൻ.
അപ്പോൾ ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ പൊരിച്ചുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. കുറച്ച് ഉപ്പിൻ്റെ രുചിയും നമ്മുടെ പഴത്തിൻ്റെ മധുരം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.